ഹേ ഗായ്സ്, ഇന്നും ഇതാ ഒരു സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ പാടുതാ നമ്മൾ ചോറിനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ്. പൊന്നുകുട്ടിക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് ചോറാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടു. അതിനുശേഷം നല്ല വലിയ അയില നമുക്ക് കിട്ടിയിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു. വലിയ അയില ആയതുകൊണ്ട് തന്നെ ക്ലീനിങ്ങും കട്ടിങ്ങും ഒക്കെ വളരെ ഈസി ആയിരുന്നു. തേങ്ങ അരച്ച് കൊടമ്പുളി ഇട്ടിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. തേങ്ങയിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്ത് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു. ശേഷം ഇതാ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തു. പിന്നെ ഒരു തക്കാളിയും 2-3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടു. പിന്നെ ആവശ്യത്തിനുള്ള കൊടമ്പുളിയും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് നല്ലോണം തിളപ്പിച്ചെടുത്ത് നമ്മുടെ മീൻ കഷ്ണം കൂടെ ഇട്ടാൽ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള അയിലക്കറി തേങ്ങ അരച്ചത് റെഡിയായേ. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളെ പുട്ടാണ് കേട്ടോ. ഇന്നത്തെ ചായക്കടി വളരെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചായക്കടികൾ മാത്രം കേട്ടോ സ്കൂളിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഇതാ നമ്മുടെ പുട്ടൊക്കെ ചുട്ടെടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ നമ്മളെ ചോറൊക്കെ വെന്തപ്പോൾ അതൊന്ന് വാർത്തു. പിന്നെ പൊന്നൂസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ സോയാബീനൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മുടെ പുട്ടും കറിയൊക്കെ കൂടിയായിട്ട് പൊന്നൂസിന് കൊടുക്കുകയാണ്. അതിന്റെ സൈഡിൽ കൂടെ ഇതാ നമ്മൾ ലഞ്ച് ബോക്സും കൂടെ സെറ്റാക്കുകയാണ്. അങ്ങനെ അതാ രാത്രി ആയപ്പോ ഒന്ന് ചായ കുടിക്കുക വെച്ചിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങാൻ നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ ഹർഷുക്കുട്ടി ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ ഹർഷുവിനും എല്ലാം അമ്മേന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനും പൊന്നൂസും ഏട്ടനും കൂടെയാണ് പോകുന്നത്. അമ്മ എന്തായാലും വരുന്നില്ല പറഞ്ഞ് നിൽക്കായിരുന്നു കേട്ടോ. അപ്പൊ അമ്മയ്ക്ക് ഒരു കൂട്ടായിട്ട് ഹർഷക്കുട്ടിയും കൂടെ വീട്ടിലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ പൊറാട്ടയും ബീഫും ഒക്കെ കഴിച്ച് അമ്മയ്ക്കുള്ളതും പാർസൽ വാങ്ങി നേരെ വീട്ടിലേക്ക്.